ജയ് സീതാറാം. അങ്ങനെ ഒരു കർക്കിടക മാസം കൂടി വരവായി. രാമായണത്തെ വരവേറ്റുകൊണ്ട് മലയാളികൾ ആചരിച്ചു പോകുന്ന രാമായണ മാസമാണ് കർക്കിടകം. കർക്കിടകത്തിന് രാമായണവുമായി എന്താണ് ബന്ധമെന്നും ഈ മാസത്തിൽ എന്തുകൊണ്ടാണ് രാമായണം പാരായണം ചെയ്യാൻ തിരഞ്ഞെടുത്തതെന്നും സമജി തൃപാദങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാലാവസ്ഥ കൊണ്ടും മറ്റും മനുഷ്യ മനസ്സും പ്രകൃതിയുമെല്ലാം പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. ആ സമയത്ത് ആത്മശാന്തിക്കും ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും മറ്റു വ്യഥകളിൽ നിന്നുമെല്ലാം അവന് ഒരു ആശ്വാസം നൽകുന്ന ഒന്നാണ് രാമായണം എന്ന് പറയുന്നത്. ആ രാമായണത്തെ അതിൻ്റെ അർത്ഥമറിഞ്ഞ് നാം പാരായണം ചെയ്യുമ്പോൾ അത് നമുക്ക് ആത്മശാന്തി പ്രദാനം ചെയ്യുകയും നമ്മുടെ സംസാര ദുഃഖങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയും ചെയ്യും. അതാണ് രാമായണത്തെ ഒരു കർക്കിടക മാസം രാമായണ പാരായണമായി തന്നെ ആചാര്യന്മാർ നിശ്ചയിച്ചു വയ്ക്കാൻ കാരണമായത്. എങ്ങനെയാണ് രാമായണം ഭൗതിക ദുഃഖങ്ങളെയും ആത്മീയ ആനന്ദത്തെയും തരുന്നത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. രാമായണം അയോധ്യാവാസിയായ ദശരഥ നന്ദനായ ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രകഥനമാണ്. പക്ഷേ അതിനെ ഒരു ചരിത്രകഥനമെന്ന് മാത്രം കണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ അതൊരാത്മശാന്തിക്ക് നമുക്ക് അനുകൂലമാകുകയില്ല. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം എന്ന് എഴുത്തച്ഛൻ ആദ്യമേ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് അത്യന്തം രഹസ്യമായ ഒരു തത്വമാണ്. ഇതിൻ്റെ ഉദ്ദേശം അധ്യാത്മപ്രദീപകമാണ്, ആത്മപ്രദീപകമാണ് എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ആ ഒരു ഭാവനയോടുകൂടി വേണം സമീപിക്കുവാൻ. രാമനാകുന്നത് സാക്ഷാൽ പരബ്രഹ്മം, ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ രാമനെന്നറിഞ്ഞുകൊണ്ടാരും നീ. ഇതെല്ലാം രാമനെ പരബ്രഹ്മമാണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുപോലെ തന്നെ യോഗമായാദേവി സീതയും ജനകാലയെ എന്ന് പറയുമ്പോൾ ദേവി സീതാദേവി എന്ന് പറയുന്നത് യോഗമായയാണ്, ജനകൻ്റെ പുത്രിയായിട്ട് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഉള്ള വിവാഹം എന്ന് പറയുന്നത് പ്രതിപുരുഷ ബന്ധത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ലങ്ക എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ മനസ്സാണ്. ലങ്ക ത്രികൂടാചലത്തിൻ്റെ ഉപരിയായിട്ടാണ് രാമായണത്തിൽ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളാണ്. മനുഷ്യ മനസ്സിൻ്റെ 3 ഗുണങ്ങൾ സത്വഗുണ, രജോഗുണ, തമോ ഗുണങ്ങളാണ്. അതാണ് ലങ്കയിലെ ഭരണാധികാരി അല്ലെങ്കിൽ രാജാവായ രാവണൻ രജോഗുണ പ്രധാനിയാണ്, കുംഭകർണൻ തമോ ഗുണ പ്രധാനിയാണ്, വിഭീഷണനാണെങ്കിൽ സത്വഗുണ പ്രധാനിയുമാണ്. അപ്പോൾ രജോ ഗുണത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സ് ആണ് ലങ്ക എന്ന് ചുരുക്കം. സമുദ്രത്തിൻ്റെ നടുവിലാണ് അല്ലെങ്കിൽ മധ്യത്തിലാണ് ലങ്ക എന്നുള്ളത്. സംസാര സാഗരത്തിന് മധ്യത്തിലാണ് നമ്മുടെ മനസ്സ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. സമുദ്രത്തിലുള്ള പോലെ അലകൾ നമ്മുടെ മനുഷ്യ മനസ്സിലും ചിന്തകളാകുന്ന അലകളുണ്ട്. അതുപോലെ തന്നെ സമുദ്രരസം ഉപ്പുരസം നിറഞ്ഞതാണ്. വിഷയവാസനകൾ കൊണ്ട് നിറഞ്ഞാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ എല്ലാ തരത്തിലും
ലങ്കയെ ഉപമകളിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനോടാണ്. ആ മനസ്സ് രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അശാന്തവുമാണ്. അപ്പോൾ അശാന്തസ്യ കുതസുഖം, അശാന്തനായിട്ടുള്ളവന് എങ്ങനെയാണ് സുഖം ലഭിക്കുന്നത്? ആ സുഖത്തിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ശാന്തിക്ക് വേണ്ടിയും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് രാമായണ പാരായണം പറഞ്ഞിരിക്കുന്നത്. സാക്ഷാൽ പരബ്രഹ്മം എന്തുകൊണ്ട് യോഗമായാദേവിയായ സീതയെ പരിണയിച്ചത് എന്ന് ചോദിച്ചാൽ, സീതയെ കാരണഭൂതിയാക്കിക്കൊണ്ട് യാതുധാനാന്വയ നാശം വരുത്തുവാൻ എന്ന് രാമൻ തൻ്റെ അവതാര ഉദ്ദേശം പറയുന്നുണ്ട്. സീതയെ ആണ് ഒരു കാരണമാക്കുന്നത്. ആ കാരണമാക്കാൻ വേണ്ടിയിട്ടാണ് ധന്യേ നീ അഗ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കുക രാവണവധം കഴിഞ്ഞു കൂടുവോളം എന്ന് പറയുന്നത്. അതിനുശേഷം ആണ് അഗ്നിമണ്ഡലത്തിലേക്ക് യഥാർത്ഥ സീതയെ ഒളിപ്പിച്ച് മായാസീതയെ പുറത്തെടുക്കുന്നു. ആ മായാസീതയാണ് രാവണന് മാരീചന് കണ്ട് പൊൻനിറമുള്ള മാനിനെ ഇങ്ങനെ പൊൻനിറമുള്ള മാൻ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു മാനില്ല. പൊന്മാൻ എന്ന് പറഞ്ഞാൽ പൊന്നുകൊണ്ടുള്ള മാനല്ല. അപ്പോൾ ആ വാചകത്തിലൂടെ സൂചിപ്പിക്കുന്നത് മായ ഭ്രമിക്കപ്പെടുന്ന ഒന്നാണ് എന്നാണ്. ഇപ്പോൾ മായാസീതയാണ് ഭ്രമിക്കുന്നത് പൊന്മാനിൽ. ആ പൊന്മാനെ കണ്ട് ഭ്രമിക്കുന്നു. അതിനുവേണ്ടി പരബ്രഹ്മത്തെയും സാധകനെയും തന്നിൽ നിന്ന് അകറ്റുന്നു. ആ സമയത്ത് രാവണൻ സീതയെ അപഹരിക്കുന്നു, തൻ്റെ ലങ്കയെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ മായയെ രാമന് പ്രാപിക്കാൻ പറ്റുന്നില്ല. രജോഗുണ സ്വരൂപിയാണ് രാവണൻ. അതിനുവേണ്ടി പല വേഷങ്ങളും രാവണൻ അവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഹനുമാൻ എന്ന് പറയുന്നത് രുദ്രാവതാരമാണ്. ഒരു യോഗിയുടെ അവസ്ഥയാണ് ഹനുമാൻ. വാ നര എന്നാണ് സ്വാമിജി പറഞ്ഞിട്ടുള്ളത്. അല്ലയോ നര എന്നാണ് പറയുന്നത്. ഹനുശബ്ദോ ജ്ഞാനവാചി എന്നൊരു വ്യാഖ്യാനവുമുണ്ട്. അപ്പോൾ ജ്ഞാനി എന്നുള്ള അല്ലെങ്കിൽ യോഗി എന്നുള്ള ഒരർത്ഥത്തിലാണ് ഹനുമാനെ സൂചിപ്പിക്കുന്നത്. ആ ഹനുമാന് മാത്രമാണ് സാഗരത്തെ തരണം ചെയ്യാൻ സാധിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് തസ്യാങ്കുലിയവും ഉണ്ട് ശിരസിമേ. രാമൻ്റെ അങ്കുലിയം ശിരസിൽ ധരിച്ചിരിക്കുന്നു. അവിടെ ശിരസിൽ ധരിച്ചിരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഗി തൻ്റെ സാധന കൊണ്ട് സഹസ്രാരദളപത്മത്തിൽ വിടർത്തിയ അവസ്ഥ അല്ലെങ്കിൽ ദർശിച്ച അവസ്ഥ എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു യോഗിയാണ് സംസാര സാഗരം തരണം ചെയ്യുവാൻ പ്രാപ്തനാവുന്നത്. അങ്ങനെ ചെന്ന് സാഗരം തരണം ചെയ്ത് സീതയെ കണ്ടെത്തുന്നു. അതിനിടയിൽ പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പല തടസ്സങ്ങളും അനുകൂലമായും പ്രതികൂലമായതും ആ യോഗിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ രാമകാര്യത്തിന് പോകുന്ന ഒരു വ്യക്തിക്ക് പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യിക്കുന്നതും പേർത്ത് മറ്റൊന്ന് ചിന്തിക്കുക എന്നുള്ളതും എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനാകാതെ ഏകാഗ്ര ബുദ്ധിയോടുകൂടി വേണം സാഗരതരണം ചെയ്യുവാൻ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നു. സീതയെ കണ്ട് മുട്ടുന്നു. സീതയ്ക്ക് അങ്കുലിയം കൊടുക്കുന്നു. അടയാളവാക്യമെല്ലാം പറഞ്ഞ് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് പടയോടുകൂടി ലങ്കയിലെത്തുന്നു. ലങ്കാധിപനായ രാവണൻ പല അവസരങ്ങൾ കൊടുത്തിട്ടും സീതയെ രാമന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടും പറ്റുന്നില്ല. തന്നിലുള്ള രജോഗുണം കൊണ്ട് പറ്റുന്നില്ല. അതിനിടയ്ക്ക് ലങ്കയിൽ നിന്നും വിഭീഷണനെ പുറത്താക്കുന്നു. അതായത് ലങ്കയിലുള്ള മനസ്സിലുള്ള സാത്വിക ഭാവം ആഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് സാത്വിക ഭാവത്തിന് ഇടയില്ലാത്തവണ്ണം രജോ ഗുണം കൊണ്ടും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവസ്ഥയാണ് കാണിക്കുന്നത്. വിഭീഷണനെ പുറത്താക്കുന്നു. വിഭീഷണൻ ശരണാഗതനെ ആശ്രയിക്കുന്നത് രാമനെയാണ്. അതോടുകൂടി ലങ്കയിലെ മനുഷ്യ മനസ്സിലെ സാത്വിക ഭാവം ഇല്ലാതാവുന്നു. അങ്ങനെയുള്ള ആ ലങ്കയെ പല അസുരന്മാരും
യുദ്ധത്തിന് രാമനുമായും ലക്ഷ്മണനുമായും വൻ്റെ പടയുമായി യുദ്ധം ചെയ്യുന്നു. ഇതെല്ലാം ദശ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള നമ്മുടെ കർമ്മ പ്രഭാവത്തെയാണ് കാണിക്കുന്നത്. അതെല്ലാം നശേഷം അതിൻ്റെ മൂലകാരണമായ രാവണനെ രാമൻ തന്നെ ആദിത്യഹൃദയ മന്ത്രം കൊണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ, അഗസ്ത്യ മഹർഷിയുടെ അനുഗ്രഹത്താൽ ആദിത്യഹൃദയ മന്ത്രം കൊണ്ട് വധിക്കുകയാണ് ചെയ്യുന്നത്. സന്താപനാശകരായ നമോ നമഃ എന്ന് തുടങ്ങുന്ന ആദിത്യഹൃദയ മന്ത്രം സാക്ഷാൽ ജ്ഞാനപ്രകാശം തന്നെയാണ്. ജ്ഞാനം കൊണ്ട് ആ രജോ ഗുണത്തെ രാമൻ കംപ്ലീറ്റ് സംഹരിക്കുന്നു. സംശേഷം പിന്നെ അവിടെ വിഭീഷണനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ പിന്നെയും അവിടെ സാത്വിക സ്വഭാവം വരുത്തുന്നു. മനുഷ്യ മനസ്സിൽ സാത്വിക ഭാവം വരുന്നു. അതിനുശേഷമാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. അയോധ്യ യുദ്ധരഹിതമായ, യുദ്ധമില്ലാത്ത ഭൂമിയാണെന്നാണ് അർത്ഥം വരുന്നത്. ആ അയോധ്യയിലാണ് രാമൻ്റെ പട്ടാഭിഷേകം നടക്കുന്നത്. കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ആശീർവാദത്തോടെയും സർവ്വദേവതാ സങ്കല്പങ്ങളോടും ഈശ്വരസങ്കല്പങ്ങളോടും അനുഗ്രഹത്തോടു കൂടി ശ്രീരാമന് പട്ടാഭിഷേകം നടക്കുന്നു. പട്ടാഭിഷേകത്തിന് ശേഷമാണ് രാമരാജ്യ ഫലം എന്ന് പറയുന്ന ഭാഗം വരുന്നത്. അത് സസ്യസമ്പൂർണമായി വന്നിത് അവനിയും ഉത്സവ സംയുക്തങ്ങളായി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗത്ത് എന്താണ് പട്ടാഭിഷേകമെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നമ്മുടെ മനുഷ്യ മനസ്സിലുള്ള ചിന്തകൾ കൊണ്ടും വികാര വിക്ഷോഭങ്ങൾ കൊണ്ടും ഉണ്ടായിരുന്ന മനസ്സിലെ ചിന്തകളെല്ലാം നശിച്ച് സാത്വിക ഭാവം കൈവരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമാണ് പട്ടാഭിഷേകം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു യോഗിയിലുണ്ടാകുന്ന അനുഭൂതി, ആത്മാനുഭൂതിയാണ് ആത്മാരാമ പട്ടാഭിഷേകമായി നമ്മുടെ ഗുരുനാഥന്മാരായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളും ആത്മാരാമ പട്ടാഭിഷേകം നടത്തി നമുക്ക് കാട്ടിത്തന്നിരുന്നത്. അതോടൊപ്പം തന്നെ ഭക്തന്മാരെ ആ ആനന്ദാനുഭൂതിയിലേക്ക് കൊണ്ട് എത്തിക്കുവാനും അവർ ശ്രമിച്ചിരുന്നു. ആ ആനന്ദ അനുഭൂതി നമുക്ക് പകർന്നു തരികയും രാമായണത്തിൻ്റെ അടിസ്ഥാനമായ ആ ഒരു ആനന്ദാവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തിരുന്നുണ്ട്. അപ്പോൾ രാമായണം എന്ന് പറയുന്നത് ഒരു കഥയ്ക്കുപരിയായി മനുഷ്യ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള രജോ ഗുണ തമോ ഗുണ ഭാവങ്ങളെ ഇല്ലാതാക്കി അശാന്തസ്യ കുതസുഖം, അല്ലെങ്കിൽ ഇത്തരം വാസനകളൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് അശാന്തമാണ്, അവൻ എവിടെ നിന്നാണ് സുഖം അനുഭവിക്കുന്നത്? ആ അശാന്തിയെ മാറ്റി ശാന്തിയെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ ഭാവമാണ് ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിലും സമൂഹത്തിലും ഒരുപോലെ തന്നെ ആ സ്വഭാവ മാറ്റം വരികയാണ്. മനസ്സ് ശാന്തമാകുന്നു. ശാന്തമായ മനസ്സിൽ സാത്വിക ഭാവം വിളയാടുന്നു. അത് അവന് ആനന്ദം നൽകുന്നു, ശാന്തി പ്രദാനം ചെയ്യുന്നു. ഇതാണ് പട്ടാഭിഷേകം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഈ വരുന്ന കർക്കിടക മാസം 7 ദിവസം കൊണ്ടോ 30 ദിവസം കൊണ്ടോ രാമായണ പാരായണം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെയും വിക്ഷോഭങ്ങളെയും എല്ലാം അടക്കുവാനും നമുക്ക് ആത്മശാന്തി കൈവരിക്കുവാനും എല്ലാവരെയും ഗുരുക്കന്മാരും ഈശ്വരന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാമായണ പട്ടാഭിഷേകത്തിൻ്റെ ഈ പ്രാധാന്യത്തെ ഞാനിവിടെ സമാപിപ്പിക്കുന്നു. വളരെയേറെ ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുവാനുണ്ട്. പക്ഷേ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു രീതിയിൽ പറഞ്ഞ് സമാപിപ്പിക്കുകയാണ്. ഏവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകാനായി ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയ് സീതാറാം.